ഓക്കെ. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഇത് പാകിസ്ഥാൻ സത്യത്തിൽ കളിച്ച ഒരു വലിയ തീക്കളിയാണ്. ഇത് പാകിസ്ഥാൻ കളിച്ച തീക്കളി എന്നല്ല, ഇത് ചൈന പാകിസ്ഥാനെ കൊണ്ട് കളിപ്പിച്ചതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ ചൈനയുടെ DF-17 മിസൈലുകളായാലും ഈ പിന്നെ മിസൈൽ ഡിഫൻസ് സിസ്റ്റം ആയാലും ഇതൊന്നും വാർ പ്രൂവൺ അല്ല. ഇതെല്ലാം പാകിസ്ഥാന് കണ്ടമാനം കൊടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ ചൈനയ്ക്ക് രണ്ട് ഉദ്ദേശമായിരുന്നു. ചൈനയുടെ ഈ സാധനങ്ങളുടെ എഫിഷ്യൻസി ഒന്ന് അറിയണം. രണ്ടാമത്, ചൈനയ്ക്ക് ഇന്ത്യ എന്നൊരു ടാർഗറ്റാണ്. അപ്പം ഇന്ത്യയുടെ എഫിഷ്യൻസി എന്താണെന്ന് ഒന്ന് അറിയണമായിരുന്നു. ഇപ്പൊ അത് ആകെപ്പാടെ പെട്ട് കിടക്കാണ്. പാകിസ്ഥാനെ പറ്റിയ ഏറ്റവും വലിയ മണ്ടത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റഷ്യ ഉക്രൈൻ വാറിൽ പാകിസ്ഥാൻ ആർമിയുടെ കയ്യിൽ ഉണ്ടായിരുന്ന ഷെല്ലുകളാണ് അവർ ഉക്രൈനിന് വിറ്റ് കാശാക്കിയത്, ദാരിദ്ര്യം കൂടിക്കഴിഞ്ഞപ്പോൾ. ഇപ്പൊ ഒരു 4 ദിവസത്തേക്കുള്ള വാറിനുള്ള ഷെല്ലുകൾ പോലും ആർട്ടിലറി ഷെല്ലുകൾ പാകിസ്ഥാൻ ആർമിയുടെ കയ്യിൽ ഇല്ല എന്നാണ് അറിവ്. അതുപോലെ തന്നെ ഇവർക്കൊരു നല്ലൊരു ഒരാഴ്ചത്തെ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ പോലുള്ള ഫ്യൂവൽ ഇവരുടെ കയ്യിലില്ല, യാതൊന്നുമില്ല. അപ്പൊ ഇവർ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും എന്തെങ്കിലും ഒരു നാശം ഇന്ത്യയിൽ വരുത്തിയതായിട്ട് കാണിച്ചിട്ട് വേണേൽ പുറകോട്ട് മാറാം എന്നുള്ള ഒരു പ്ലാൻ ഉണ്ട്. അപ്പൊ അതിനുള്ള തത്രപ്പാടിലാണ് ഇവർ 4 ചുറ്റും കിടന്നിട്ട് ഈ ഡ്രോൺ ആക്രമണവും മിസൈൽ ആക്രമണവും വിമാനം വരെ വരാൻ തുടങ്ങി. ഇതെല്ലാം നമ്മൾ അടിച്ചിട്ടാണ്. ഇപ്പൊ 2 JF-17 ഒരു F-16 ഇപ്പൊ തന്നെ നമ്മൾ ഫയർ ചെയ്ത് താഴെ ഇട്ടു. ഇന്ത്യ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വളരെ കറക്റ്റായിട്ട് ഏറ്റവും നല്ല ഒരു സ്ട്രാറ്റജിയാണ്. ഇസ്രായേലിന്റെ അതേ സ്ട്രാറ്റജിയാണ്. അതായത് നമ്മൾ ചെയ്യുന്ന മുഴുവൻ പ്രീ എംപ്റ്റീവ് സ്ട്രൈക്കാണ്. നമ്മൾ പ്രീ എംപ്റ്റീവ് സ്ട്രൈക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ നേരെയുള്ള ആക്രമണങ്ങൾ ഇല്ലാതെ നോക്കാൻ വേണ്ടിയിട്ടുള്ള സ്ട്രൈക്കാണ്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്തിരിക്കുന്നത് ഇന്ന് പകൽ മുഴുവൻ ചെയ്ത് അവരുടെ എയർ ഡിഫൻസ് സിസ്റ്റംസിനെയാണ് നമ്മൾ ആക്രമിച്ച് എയർ ഡിഫൻസ് ഇല്ലാതെയാക്കി കഴിഞ്ഞു കഴിഞ്ഞപ്പം അവർക്ക് ഇങ്ങോട്ടുള്ള ഒരു ആക്രമണത്തിന് പരിധിയുണ്ട്. ഇപ്പൊ ലേറ്റസ്റ്റ് ഒരു ഇൻഫർമേഷൻ വരുന്നുണ്ട്, ഞാനത് സ്ഥിരീകരിച്ചിട്ടില്ല, പക്ഷെ ഞാൻ വേറെ പല ചാനലിലും കണ്ടു, 3 എവാക്സ് സിസ്റ്റംസ് നമ്മൾ വെടിവെച്ചിട്ടു എന്നുള്ളത്. അത് മാത്രമല്ല സാർ, പുതിയൊരു വാർത്ത വരുന്നുണ്ട്, കറാച്ചി തുറമുഖം പൂർണ്ണമായും തകർത്തുവെന്ന സൂചന. സാധ്യതയുണ്ട്. കാരണം പാകിസ്ഥാൻ നേവിയുടെ കയ്യിൽ യാതൊന്നുമില്ല. അവിടെ ഇന്ത്യ വളരെ വലിയൊരു നേവൽ മൂവ്മെന്റ് തുടക്കത്തിൽ തന്നെ നടത്തിയിട്ടുണ്ട്. അപ്പൊ തുടക്കത്തിൽ നേവൽ മൂവ്മെന്റ് നടത്തിയതിന്റെ പുറകെ 2 ഉദ്ദേശം ഉണ്ടായിരുന്നു. പാകിസ്ഥാൻ ഒരു മെസ്സേജ് കൊടുത്തു, ഞങ്ങൾ നേവി വഴിയാണ് ആക്രമിക്കാൻ പോണെന്ന് അവരെ തെറ്റിദ്ധരിപ്പിച്ചു. ഇതിനകത്ത് അജിത് ഡോവലിന്റെ കളി എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. കാരണം നേവിനെ മൂവ് ചെയ്ത് എല്ലാവരും വിചാരിച്ചു നേവൽ ആക്രമണമായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്, ഒരു എയർ അറ്റാക്കോ അല്ലെങ്കിൽ ഒരു ഗ്രൗണ്ട് അറ്റാക്കോ ആയിരിക്കില്ല എന്നുള്ളൊരു മെസ്സേജ് കൊടുക്കുന്നു. അത് കഴിഞ്ഞ് ഇവിടെ എല്ലാവരും മോക്ക് ഡ്രില്ല് നടത്താനായിട്ട് പറയുന്നു 7-ാം തീയതി. അതുപോലെ തന്നെ 2 ദിവസം രാജസ്ഥാനിൽ ഇന്ത്യൻ എയർഫോഴ്സിന്റെ എക്സസൈസ് നടക്കാൻ പോണു. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇന്ത്യ എന്തെങ്കിലും ചെയ്യൂന്ന് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മിനിഞ്ഞാന്ന് രാത്രി കൊണ്ടുപോയിട്ട് ഇന്ത്യ ആക്രമിക്കുന്നത്. ഇത് സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൾട്ടിമേറ്റ് സ്ട്രാറ്റജിയാണ്. അത് ഇസ്രായേൽ കാണിക്കുന്ന അതേ രീതിയിലുള്ള സ്ട്രാറ്റജിയിലാണ് പോകുന്നത്. നമ്മൾ ആദ്യം ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീ എംപ്റ്റീവ് സ്ട്രൈക്കാണ് ചെയ്തത്. അവരുടെ എയർ ഡിഫൻസിനെ ഇല്ലാതെയാക്കി. ഇപ്പൊ പതുക്കെ അവരുടെ അവാക് സിസ്റ്റംസ് ഇല്ലാതെയാക്കുന്നു. ഇനി അടുത്ത സ്റ്റേജിൽ വരാൻ പോകണമെന്ന് പറഞ്ഞ് ഇവരുടെ റൺവേസിനെ നമ്മൾ ഇല്ലാതെയാക്കും. നമ്മൾ ഇല്ലാതെയാക്കി കഴിഞ്ഞാൽ അവിടുത്തെ വിമാനങ്ങൾക്കൊന്നും ടേക്ക് ഓഫ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരും. ഇത് എന്തേലും കാരണവശാൽ പാകിസ്ഥാൻ ന്യൂക്ലിയർ വെപ്പൺസ് പുറത്തെടുത്താൽ ആ സെക്കൻഡിൽ അമേരിക്കയും ഇസ്രായേലും ഇന്ത്യയും അറിയും. അതെടുത്ത് ഫിറ്റ് ചെയ്യുന്നതിന് മുമ്പ് അവിടെ വെച്ച് തന്നെ അതിനെ പൊട്ടിച്ച് നശിപ്പിക്കാനുള്ള സംവിധാനം വരെ നമ്മുടെ കയ്യിലുണ്ട്. ഇതിനകത്ത് നമ്മൾ ഏറ്റവും വലിയൊരു ഇന്ത്യയുടെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പാകിസ്ഥാന്റെ മാപ്പ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാരണം നമുക്കത് നീളത്തിലേ പാകിസ്ഥാന്റെ മാപ്പ് കിടക്കുന്നത്. ഇന്ത്യൻ ബോർഡറിൽ നമുക്ക് വളരെ ചുരുക്കത്തിൽ ഇന്ത്യക്ക് അറ്റാക്ക് ചെയ്യാനുള്ളത് വീതിയിൽ അറ്റാക്ക് ചെയ്യാനുള്ളത്, നീളത്തിലല്ല. അപ്പോൾ ഒരു 1000 കിലോമീറ്ററിന്റെ അകത്തെ ഇന്ത്യൻ ബോർഡറിൽ നമുക്ക് പാകിസ്ഥാന്റെ ഏതൊരു പോയിന്റ്, നമുക്ക് ഒരു 1000 കിലോമീറ്റേഴ്സ് റേഞ്ചുള്ള ഒരു മിസൈൽ ഉണ്ടെങ്കിൽ ഇന്ത്യക്ക് അകത്തുനിന്ന് ഫയർ ചെയ്ത് കഴിഞ്ഞാൽ പാകിസ്ഥാന്റെ ഏതൊരു പോയിന്റ് നമുക്ക് അറ്റാക്ക് ചെയ്യാൻ പറ്റും. അതായത് ഭൂമിശാസ്ത്രപരമായും മുൻതൂക്കം നമുക്കുണ്ട്. തീർച്ചയായിട്ടും. അവരുടെ 2750 കിലോമീറ്റർ വരെ പോകാൻ റേഞ്ചുള്ള മിസൈൽ, അതാണ് അവരുടെ മാക്സിമം ഉള്ളത്. നമുക്കതിന്റെ ആവശ്യമില്ല. നമുക്ക് 1000 കിലോമീറ്റർ റേഞ്ചുള്ള മിസൈൽ ഉണ്ടെങ്കിൽ പാകിസ്ഥാൻ അതോടെ തീരുകയാണ്. എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ എവിടെ വേണേലും ഏത് പോയിന്റിൽ നമുക്ക് എപ്പോൾ വേണേൽ അറ്റാക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മൾ പുതിയതായിട്ട് DRDO സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന പുതിയ മിസൈലുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ ടെറൈൻ ഹഗിങ് മിസൈലാണ്. അതായത് ഈ ടെറൈൻ എത്രയാണോ ഭൂമിയിൽ നിന്നും 30 മുതൽ 50 മീറ്റർ ഉയരത്തിൽ, അതായത് റഡാറിന്റെ കണ്ണിൽ ഒരു കാരണവശാലും വരത്തില്ല. അത് എത്ര ദൂരം വേണമെങ്കിലും, ഒരു മലയുണ്ടെങ്കിൽ മലയെക്കാളും 30 മീറ്റർ അല്ലെ 50 മീറ്റർ ഉയരത്തിൽ, മല കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് താഴോട്ട് പോകും. അങ്ങനെ ഭൂമിയോട് ചേർന്ന് പറ്റി പോകുന്ന തരം മിസൈലുകളൊക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇവന്മാർ ഒന്ന് കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ്
തവിട് പൊടിയാക്കി കളയും. ഒരുപക്ഷെ അതിന്റെ സൂചനകളാണ് നമ്മളിപ്പോൾ കാണുന്നതും. കാരണം അവർ നമ്മുടെ അതിർത്തി കടക്കാൻ ശ്രമിക്കുമ്പോൾ അവിടെ തന്നെ തീരുന്നു. അതേസമയം അവരറിയാതെ അവരുടെ റഡാർ സംവിധാനത്തിൽ ഒന്നും പെടാതെ നമ്മുടെ ഡ്രോണുകൾ പോയി ലാഹോറിലും ഇസ്ലാമാബാദിലും കറാച്ചിയിലും ഒക്കെ വലിയ സ്ഫോടനങ്ങൾ നടത്തുന്നു, നാശനഷ്ടമുണ്ടാക്കുന്നു. അതെ 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 ഇത്രയും നാളെ നമുക്കെല്ലാം ഒരു ഭയം ഉണ്ടായിരുന്നു. ചൈനയുടെ ഏതാണ്ട് വലിയ ഹൈ ടെക്നോളജി സാധനമാണ്, ഭയങ്കരമാണ്, ഇതിന്റെ മുമ്പിൽ ഇന്ത്യക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മുടെ മീഡിയയിലടക്കം ഈ പെയ്ഡ് മീഡിയ, ലോകത്തിലെ മീഡിയയിലെ 70% ചൈന പർച്ചേസ് ചെയ്തു എന്നുള്ള ഒരു വാർത്ത ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ട്. അപ്പോൾ വലിയൊരു പ്രൊപ്പഗണ്ടയായിരുന്നു. ഇപ്പൊ ചൈനയുടെ സാധനങ്ങൾ ഒന്നുമല്ല, ശിവകാശിയിലെ പടങ്ങൾ ഇതിനേക്കാളും നല്ലതാണെന്നുള്ള രീതിയിലാണ് ഇപ്പൊ കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. വളരെ അഭിമാനകരമായ വളരെ നേട്ടം നമുക്ക് ഒരുപാട്. പാകിസ്ഥാൻ തീർന്നു, റെസ്റ്റ് ഇൻ പീസ്, RIP പാകിസ്ഥാൻ എന്ന് പറയാനുള്ള സമയത്തിലേക്കാണ് പോകുന്നത്. അതായത് ഇപ്പോൾ ഒഫീഷ്യലി ഡിക്ലെയർ ചെയ്തിട്ടില്ലെങ്കിലും ഒരു യുദ്ധം തുടങ്ങിക്കഴിഞ്ഞു, വേണമെങ്കിൽ അങ്ങനെ നമുക്ക് പറയാം. അല്ലെങ്കിൽ യുദ്ധസമാന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞു. ഇതാ യുദ്ധം തന്നെയാണിത്. ഇത് കാരണം പാകിസ്ഥാൻ അവിടുന്ന് വിമാനങ്ങൾ വരെ അയക്കാൻ തുടങ്ങി, മിസൈലുകൾ അയക്കാൻ തുടങ്ങി. ഇതെല്ലാം എവിഡൻസ് അല്ല. ഇനി ഇന്ത്യക്ക് എന്ത് വേണേ ചെയ്യാം അങ്ങോട്ട്. ഒരു പാക് പൈലറ്റിനെ പിടികൂടിയിട്ടുണ്ട് കേട്ടോ. 2 പേരെ പിടികൂടി എന്നുള്ള ഒരു അഭ്യൂഹമുണ്ട്. ഒന്ന് കൺഫേംഡ് ആണ്, ഇനി വേറെ ഒരെണ്ണം കൂടെ കൺഫേം ചെയ്യാനുണ്ട്, കൺഫേം ആയിട്ടില്ല. അല്ല സാർ, പക്ഷേ ഈ രാവിലെ കൃത്യമായി പ്രതിരോധ മന്ത്രിയും വിദേശകാര്യ സെക്രട്ടറിയും ഒക്കെ പറഞ്ഞു, ഞങ്ങൾ ആക്രമിക്കാൻ ഒരുക്കമല്ല, ഞങ്ങൾ ആക്രമണത്തിന് തുടക്കമിടില്ല, നിങ്ങൾ അതിന് തുടക്കമിട്ടാൽ അവസാനിപ്പിക്കുന്നത് ഞങ്ങളായിരിക്കും, ഞങ്ങളുടെ ലക്ഷ്യം ഭീകരർ മാത്രമാണ്. കൃത്യമായി പറയുന്നു, സാധാരണക്കാർ ഞങ്ങളുടെ ലക്ഷ്യത്തിൽ വരുന്നില്ല എന്ന്. എന്നിട്ടും എന്തു കണ്ടിട്ടാണ് ഈ പാകിസ്ഥാൻ ഇതൊക്കെ ചെയ്യുന്നത്? ഒന്ന്, ഈ പാകിസ്ഥാനെ സാധാരണ ജനങ്ങൾക്ക് വിവരം വിദ്യാഭ്യാസവും ഇല്ല. അവരുടെ കണ്ണിൽ പൊടിയിടാനായിട്ട് എന്തെങ്കിലും ചെയ്തു എന്ന് വരുത്തി തീർക്കണം. 2, പാകിസ്ഥാനിലെ ഗവൺമെന്റ് ഇതാണ്ട് ഇപ്പൊ അവരുടെ പാർലമെന്റിൽ കിടന്നിട്ട് അവർ കിടന്ന് കണ്ണീരും കൈയുമായിട്ട് കിടന്ന് കരഞ്ഞ ഓരോ പ്രായമുള്ള ആളുകൾ വരെ പറയുന്നത്. പക്ഷേ പാകിസ്ഥാനിലെ ഗവൺമെന്റിന് യാതൊരുവിധ നിയന്ത്രണമില്ല. ആർമിയാണ് തീരുമാനിക്കുന്നത്. ആർമി ചീഫ് എന്ന് പറയുന്നത് ഒരു കറ കളഞ്ഞ തീവ്രവാദിയാണ്. അതായത് പാകിസ്ഥാൻ സർക്കാരിനെ നിയന്ത്രിക്കുന്നത് ആർമിയെ നിയന്ത്രിക്കുന്നത് ഭീകരർ. ചുരുക്കി പറഞ്ഞാൽ ഭീകരഭരണം. അത്രയേ ഉള്ളൂ. ഇതാണ് പാകിസ്ഥാൻ. അവിടെ സർക്കാരിനൊന്നും ചെയ്യാൻ പറ്റില്ല, ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അത് പക്ക ആർമിയുടെ കയ്യിലാണ്. ഇപ്പോൾ ഒരു ISI അല്ല, ഒരു ഭീകരൻ ആർമിയുടെ തലപ്പത്ത് വന്നു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് എന്ന് പറഞ്ഞാൽ, തീവ്രവാദിയായിട്ട് സ്വയം പൊട്ടിത്തെറിക്കാൻ ചാവേറായിട്ട് നടക്കാൻ തയ്യാറായിട്ട് സ്വർഗത്തിൽ പോയി 72 ഹൂറികളെ കിട്ടാൻ വേണ്ടി തയ്യാറായിട്ട് നടക്കുന്ന ഒരുത്തനാണ് ആർമി ചീഫ്. ബാക്കി നമുക്ക് ഊഹിച്ചെടുക്കാമല്ലോ. ഏതായാലും തുടക്കത്തിലെ വലിയ ആധിപത്യം, അങ്ങ് നേരത്തെ പറഞ്ഞതുപോലെ ഭൂമിശാസ്ത്രപരമായ ഒരു ആധിപത്യം നമുക്കുണ്ട്. മാത്രമല്ല, ഇങ്ങോട്ടടിക്കാൻ വന്നവരെയൊക്കെ തുടങ്ങിയെടുത്ത് തന്നെ നമ്മൾ അവസാനിപ്പിച്ചു കഴിഞ്ഞു. മാത്രമല്ല, അവരുടെ സുപ്രധാന ഇടങ്ങളിലേക്ക് നമ്മൾ കയറിക്കഴിഞ്ഞു. അത് ഏറ്റവും പുതിയ വാർത്ത, കറാച്ചി തുറമുഖം തകർക്കപ്പെട്ടു എന്ന സൂചന വരുന്നുണ്ട്. അങ്ങനെ ഒരു വാർത്ത കൂടി വരുന്നുണ്ട്. അതായത് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞു, ഞങ്ങളെ ഒന്ന് തൊട്ടാൽ തിരിച്ചടിച്ചിരിക്കും. അതെ അതെ, താങ്കൾ ഇപ്പൊ ഈ പറഞ്ഞ വാർത്ത എനിക്ക് പുതിയതാണ്. കറാച്ചി തുറമുഖം ആക്രമിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാന്റാസ്റ്റിക്. കഴിഞ്ഞു. ഇനി അതുവഴി കയറുക. ഇനി ഞാൻ ഒരു കാര്യം കൂടെ ഇതിന്റെ കൂടെ പറയാം. 71 വാറിൽ ഡക്കോട്ട എന്ന് പറയുന്ന ഒരു പഴയ ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റ് ഉണ്ടായിരുന്നു ഇന്ത്യക്ക്. അവരുടെ റൺവേകൾ മുഴുവൻ നശിപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഡക്കോട്ട ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റിനകത്ത്, സാധനങ്ങൾ ഷിഫ്റ്റ് ചെയ്യുന്ന ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റിനകത്ത് ജുമ്മാത് ബോംബ് വാരി ഇട്ടിട്ട് പാകിസ്ഥാന്റെ മണ്ടയിൽ കൂടെ പറന്നിട്ട് നമ്മുടെ ആളുകൾ അതിനെ തൊഴിച്ച് താഴേക്കിടുമായിരുന്നു ഈ ബോംബുകളെ. പാകിസ്ഥാൻ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലായിരുന്നു. അപ്പൊ അന്ന് പഴയ ആൾക്കാർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ ഫോഴ്സിൽ കയറിയ സമയത്ത്, ഇതിനകത്ത് നിൽക്കുന്നവരെ ബെൽറ്റ് കൊണ്ട് വിമാനത്തിനകത്തോട്ട് കെട്ടിയിടും. കാരണം ഈ തൊഴിക്കുന്ന കൂട്ടത്തിൽ ഇയാളും കൂടെ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ചത്തുപോകില്ലേ. അതുകൊണ്ട് ഇയാളെ കെട്ടിയിട്ടേച്ച് ബോംബിനെ തൊഴിച്ച് അതിന്റെ ഫ്യൂസ് ഊരി താഴേക്ക് ഇട്ട് പൊട്ടിക്കുന്ന ഒരു അവസ്ഥയിൽ വരെ. അത്ര ദയനീയമായ അവസ്ഥയിലായിരുന്നു പാകിസ്ഥാൻ. അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. അവിടെ നിന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കാശ്മീർ എന്ന് പറയുന്നത് ഇപ്പോഴും അവരുടെ കയ്യിലാണ്. നമ്മൾ 65-ലും 71-ലും ഇത്രയും വലിയൊരു വിജയം നേടിയിട്ടും ഒക്കെ അവരുടെ കയ്യിലാണ്. ഗതികേടല്ലേ ഇന്ത്യയുടെ? നമുക്ക് തിരിച്ചു പിടിക്കണം. ഒരുപക്ഷെ ഇതൊന്ന് മൂർധന്യാവസ്ഥയിലേക്ക് വന്നാൽ അതൊക്കെ സാധ്യമാകും എന്ന് തോന്നുന്നുണ്ട്. പാകിസ്ഥാൻ 4-5 കഷ്ണമാവും. പക്ഷെ വ്യക്തിപരമായിട്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ, ഞാനത് പരസ്യമായിട്ട് എവിടെയും പറഞ്ഞിട്ടില്ല, ഇപ്പൊ പറയാണ് POK തിരിച്ചു പിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് വലിയൊരു അപകടമുണ്ട്. പോപ്പുലേഷന്റെ ഡെമോഗ്രാഫിക്സ് കംപ്ലീറ്റ്ലി അങ്ങ് മാറും ഇന്ത്യയുടെ ജമ്മു കാശ്മീരിൽ. അത് ഇസ്രായേല് ഹമാസിനെ ചെയ്തതുപോലെ
പൂർണ്ണമായിട്ട് ഒരു മൂലയ്ക്കോട്ട് തള്ളി അവിടെ നിന്ന് വെളിയിലാക്കിയിട്ട് ആ ലാൻഡ് പിടിച്ചെടുക്കണം. POK നമ്മൾ പിടിച്ചെടുക്കുകയാണെങ്കിൽ POK ആ ലാൻഡ് മാത്രം മതി, അവിടുത്തെ ജനങ്ങൾ വേണ്ട എന്നുള്ള രീതിയിൽ ഇന്ത്യ എടുക്കുകയാണെങ്കിൽ അത് വളരെ ബുദ്ധിപൂർവമായ ഒരു തീരുമാനമായിരിക്കും. വളരെയധികം നന്ദി. ഈ രാത്രിയേറെ വൈകിയിട്ടും ഒപ്പം ചേർന്നതിന്. ഒരുപക്ഷെ അങ്ങേക്ക് ഇനിയും ഉറക്കമുണ്ടാവാൻ സാധ്യതയില്ല, കാരണം യുദ്ധ നിരീക്ഷണം പതിവാണല്ലോ. ഏതായാലും നന്ദി സാർ. വീണ്ടും നന്ദഗോപനിലേക്ക്. നന്ദഗോപൻ, പുതിയ വാർത്ത വരുന്നത് കറാച്ചി തുറമുഖം തകർത്തു എന്ന സൂചനകളാണ്, ഉറപ്പായിട്ടില്ല. ഏതായാലും കറാച്ചിയിലും ലാഹോറിലും ഇസ്ലാമാബാദിലും ഒക്കെ നമ്മൾ ആഞ്ഞടിക്കുന്നുണ്ടെന്ന് ഉറപ്പാണ്. പാകിസ്ഥാൻ ഇരുട്ടിലാകുന്നു. കറാച്ചി തുറമുഖം തകർക്കപ്പെട്ടുവെന്ന സൂചനകൾ പുറത്തു വരുന്നു. 50 ഡ്രോണുകളെ, 3 യുദ്ധവിമാനങ്ങളെ അതിർത്തിയിലെത്തും മുമ്പ് തന്നെ തകർത്തെറിഞ്ഞ ഭാരത സൈന്യം തിരിച്ചാക്രമിക്കുന്നു. ലാഹോറിലെത്തി, ഇസ്ലാമാബാദിലെത്തി, കറാച്ചിയിലെത്തി. അവരുടെ സുപ്രധാന മേഖലകളിലൊക്കെയും ബോംബ് വർഷിച്ച്, യുദ്ധവിമാനങ്ങളെ അയച്ച് കൃത്യമായ മേൽക്കൈ നേടുന്നു.